ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോയിൽ മെക്കാനിക്സിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒറിജിൻ ഓഫ് സോയിൽ. സോയിൽ ഈസ് ഫോംഡ് ബൈ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. സോയിൽ എങ്ങനെ ഫോം ചെയ്യുന്നത്? റോക്കിന്റെ ഡിസിൻറ്റഗ്രേഷൻ. റോക്ക് പൊടിഞ്ഞാണ് എന്തുണ്ടാവുന്നത്? സോയിൽ ഉണ്ടാവുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷൻ ഈസ് കോൾഡ് പീഡോജെനസിസ് അല്ലെങ്കിൽ സച്ച് വെതറിംഗ്. The process of soil formation is called pedogenesis, such as weathering. ഈ സോയിൽ ഫോം ചെയ്യുന്ന ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ആ സൈക്ലിക് പ്രോസസ് നമ്മൾ എന്താ പറയുന്നത്? ജിയോളജിക്കൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. സോയിൽ ഫോർമേഷൻ സൈക്ലിക് പ്രോസസ് കോൾഡ് ജിയോളജിക്കൽ സൈക്കിൾ. അപ്പൊ നമുക്ക് ജിയോളജിക്കൽ സൈക്കിൾ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സോയിൽ ഉണ്ടാകുന്നത് ഒരു റോക്കിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ റോക്കിനെ നമ്മൾ പാരന്റ് റോക്ക് എന്ന് പറയുന്നത്. ഈ പാരന്റ് റോക്കിൽ എന്തെങ്കിലും വെതറിംഗ് ഏജന്റ്സ്, വിൻഡോ, റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വെതറിംഗ് ഏജന്റ്സ് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? വെതറിംഗ് സംഭവിക്കും. ഇപ്പോൾ വെതറിംഗ് ഓഫ് റോക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിലും അത് വീണ്ടും പൊടിഞ്ഞ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്തു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അത് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അപ്ഹീവൽ പ്രോസസ് വഴി എന്തുണ്ടാവും? സോയിൽ ഫോം ചെയ്യും. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അപ്പോൾ ഇതിന് സ്റ്റെപ്പ് ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം വെതറിംഗ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഡിപ്പോസിഷൻ, ദെൻ അപ്ഹീവൽ. ഇതാണ് ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ ഫോം ചെയ്യുന്നത് വെതറിംഗ് വഴിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ട് ടൈപ്പ് വെതറിംഗ് ആണുള്ളത്. ഒന്ന് ഫിസിക്കൽ വെതറിംഗ്, ഒന്ന് കെമിക്കൽ വെതറിംഗ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫിസിക്കൽ വെതറിംഗ് ആണ്. ഓക്കെ, അപ്പോ വെതറിംഗ് എന്താണെന്ന് പറഞ്ഞു. എന്താണ്? റോക്ക് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്മോളർ ഫ്രാഗ്മെന്റ്സ് ഓഫ് സോയിൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത് പറഞ്ഞു. ഫിസിക്കൽ വെതറിംഗിന്റെ അകത്ത് ഫിസിക്കൽ ഏജന്റ്സ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച്, റെയിൻഫാൾ, ഹെവി വിൻഡ് അല്ലെങ്കിൽ വെഡ്ജിങ് ആക്ഷൻ ഓഫ് ഐസ്, ഇതൊക്കെ ഫിസിക്കൽ ഏജന്റ്സ് ആണ്. ഈ ഏജന്റ്സ് ആണ് ഫിസിക്കൽ വെതറിംഗിന് കാരണമാകുന്നത്. ഓക്കെ, ഇത് ഫിസിക്കൽ വെതറിംഗ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ വെതറിംഗ് വഴി ഉണ്ടാകുന്ന സോയിലിന് പാരന്റ് റോക്കിന്റെ സെയിം മിനറൽ കോൺസ്റ്റുവൻസ് ആയിരിക്കും. മിനറൽ കോൺസ്റ്റുവന്റ് എന്തായിരിക്കും? നമ്മുടെ പാരന്റ് റോക്കിന് സെയിം തന്നെ ആയിരിക്കും. ഒരു കെമിക്കൽ ചേഞ്ചും എന്ത് വരുന്നില്ല? ആ ഒരു സോയിലിന് വരുന്നില്ല. ഈ ഒരു വെതറിംഗിന്റെ അകത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്രിഡോമിനന്റ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് പ്രിഡോമിനന്റ് ഇൻ ഫിസിക്കൽ വെതറിംഗ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സാൻഡും ഗ്രാവലും ആണ്. അപ്പൊ നമുക്കറിയാം സാൻഡും ഗ്രാവലൊക്കെ കോയിഷൻലെസ് സോയിലാണ്. അപ്പോൾ ഫിസിക്കൽ വെതറിംഗ് വഴി കിട്ടുന്നത് കോയിഷൻലെസ് സോയിലായിട്ടുള്ള സാൻഡും ഗ്രാവലൊക്കെയാണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തത് കെമിക്കൽ വെതറിംഗ് ആണ്. കെമിക്കൽ വെതറിംഗിന്റെ അകത്ത് കെമിക്കൽ ആക്ഷൻസ് എന്താണ്? ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, കാർബണേഷൻ, സൊല്യൂഷൻ, ലീച്ചിങ്, ഓർഗാനിക് ആസിഡ്സ്, ഇതൊക്കെ കാരണമാണ് എന്തുണ്ടാകുന്നത്? കെമിക്കൽ വെതറിംഗ് ഉണ്ടാകുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് പാരന്റ് റോക്കിനെക്കാളും കെമിക്കൽ കോൺസ്റ്റന്റ് ഉണ്ടാവും, സോയിലിന് വ്യത്യാസം ഉണ്ടാവും. പാരന്റ് റോക്കിന്റെ ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കില്ല സോയിലിൽ ഉണ്ടാവും, കെമിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒറിജിനൽ റോക്ക് മിനറൽ എന്തുണ്ടാവും? ക്ലേ മിനറൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. ദ ഒറിജിനൽ റോക്ക് മിനറൽസ് ആർ ട്രാൻസ്ഫോർഡ് ഇൻ ടു ക്ലേ മിനറൽസ്. ഇതിന്റെ അകത്ത് സർഫസ് ഫോഴ്സ്, കെമിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോഴ്സസ് ഒക്കെ ആയിരിക്കും പ്രീഡോമിനന്റ്. സർഫസ് ഫോഴ്സസ്, കെമിക്കൽ ഫോഴ്സസ്, ഇലക്ട്രിക്കൽ ഫോഴ്സസ് ഒക്കെ ആയിരിക്കും പ്രീഡോമിനന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കെമിക്കൽ വെതറിംഗ് വഴി ഉണ്ടാകുന്ന സോയിലിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ക്ലേസ് ആണ്. അപ്പോൾ ക്ലേ ആയതുകൊണ്ട് തന്നെ ഇതൊരു കൊഹസീവ് സോയിൽസ് ഒക്കെ ആയിരിക്കും കെമിക്കൽ വെതറിംഗിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സോയിൽസ് ആണ്. അതിൽ ആദ്യത്തത് റെസിഡ്യുവൽ സോയിലാണ്. ഇപ്പൊ റെസിഡ്യുവൽ സോയിലിന് വേറൊരു പേരുണ്ട്, സെഡന്ററി സോയിൽ. അത് ഓർത്തിരിക്കുക. റെസിഡ്യുവൽ സോയിലിന് വേറൊരു പേരാണ് സെഡന്ററി സോയിൽ. റെസിഡ്യുവൽ സോയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ വെതറിംഗ് ഉണ്ടാവുന്ന ആ ഒരു റോക്ക് അല്ലെങ്കിൽ പാരന്റ് റോക്കിൽ നിന്ന് വെതറിംഗ് ഉണ്ടായിട്ടുള്ള സെഡിമെന്റ്സ് എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കും.
ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പാരന്റ് റോക്കിന്റെ അവിടെ തന്നെ ആയിരിക്കും ഈ വെതർ ചെയ്തുണ്ടാവുന്ന വെതർ സെഡിമെന്റ്സ് കിടക്കുന്നുണ്ടാവുക. അതിനെയാണ് എന്ത് പറയുന്നത്, റെസിഡുവൽ സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, വെതേർഡ് sediments remain over the parent rock without being transported. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുന്നില്ല. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിലും ലാറ്ററൈറ്റ് സോയിൽസ് ആണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽസ് ആൻഡ് ലാറ്ററൈറ്റ് സോയിൽസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടഡ് സോയിൽസ് ആണ്. അപ്പൊ പേര് കേൾക്കുന്നതിന് അറിയാം, ഇതെന്ത് ചെയ്യും, വെതറിങ് സംഭവിച്ച് എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ലൊക്കേഷനിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സോയിൽസ് എന്ന് പറയുക ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് അലൂവിയൽ സോയിലാണ്. അപ്പൊ അലൂവിയൽ സോയിലിന്റെ അകത്ത് റിവർ ഇസ് എ സോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ. റിവർ ആയിരിക്കും ഇത് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അലൂവിയൽ സോയിലിൽ. അതുപോലെ ലാക്യുസ്ട്രൈൻ സോയിൽസ് ആണെങ്കിൽ ലേക്സ് ആയിരിക്കും ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അടുത്തത് മറൈൻ എന്ന് പറയുമ്പോൾ സീ വാട്ടർ ആയിരിക്കും ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ എയോലിൻ സോയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വിൻഡ് ആയിരിക്കും അതിൻ്റെ അകത്ത് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സാൻഡ് ഡ്യൂൺസ് ആൻഡ് ലോയ്സ്. എയോലിന് എക്സാമ്പിൾ സാൻഡ് ഡ്യൂൺസും ലൂയിസ് ആണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് കൊളൂവിയൽ സോയിൽ. കൊളൂവിയൽ സോയിലിന്റെ അകത്ത് ഗ്രാവിറ്റി ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ ടാലസ്. ഓക്കെ, അടുത്തത് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് ആണ്. അതിനകത്ത് ഗ്ലേഷ്യേഴ്സ് ആയിരിക്കും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. എക്സാമ്പിൾ ഡ്രിഫ്റ്റ്, ടില്ലൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റിന് എക്സാമ്പിൾ. ഇത് ഓർത്തിരിക്കുക, ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അലൂവിയൽ സോയിൽ, ലാക്യുസ്ട്രൈൻ സോയിൽ, മറൈൻ സോയിൽ, എയോലിൻ സോയിൽ, കൊളൂവിയൽ സോയിൽ ആൻഡ് ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ്. ഇത് ഓർത്തിരിക്കാം. അടുത്തത് സം കോമൺ സോയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പറയുന്നത് ലോം എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. ലോം എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സാൻഡ്, സിൽറ്റ് ആൻഡ് ക്ലേ. അതിനെ ഗാർഡൻ സോയിൽ എന്നും പറയാറുണ്ട്. ലോമിനുള്ള വേറൊരു പേരാണ് ഗാർഡൻ സോയിൽ എന്നുള്ളത്. അടുത്തത് ബെന്റോണൈറ്റ് ക്ലേ. ബെന്റോണൈറ്റ് ക്ലേ ഉണ്ടാവുന്നത് കെമിക്കൽ വെതറിംഗ് ഓഫ് വോൾക്കാനിക് ആഷ്, കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വോൾക്കാനിക് ആഷ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ബെന്റോണൈറ്റ് ക്ലേ ഉണ്ടാകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ക്ലേന്റെ അകത്ത് ഒരു ക്ലേ മിനറലായിട്ടുള്ള മോണ്ട് മൊറിലോണൈറ്റിന്റെ ഹൈ കണ്ടന്റ് ഉണ്ടാവും. ബെന്റോണൈറ്റ് ക്ലേന്റെ അകത്ത് ഹൈ കണ്ടന്റ് ഓഫ് മോണ്ട് മൊറിലോണൈറ്റ് ഉണ്ടാകും. ഈ ഒരു ടൈപ്പ് ക്ലേ എന്ന് പറയുന്നത് ഹൈലി പ്ലാസ്റ്റിക് ആണ്. ഹൈലി സ്വെല്ലിങ് ചെയ്യും, ഷ്രിങ്ക്. എന്താണ്, വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് സ്വെല്ല് ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് ഷ്രിങ്ക് ആവുകയും ചെയ്യും. ആ ഒരു ടൈപ്പ് ക്ലേ ആണ് ബെന്റോണൈറ്റ് ക്ലേ എന്ന് പറയുന്നത്. Pulverized slurry of bentonite is highly plastic and is used as a lubricant in drilling. നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രില്ലിങ്ങിന്റെ സമയത്തൊക്കെ ബെന്റോണൈറ്റ് ക്ലേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് കാവലിൻ, ചൈന ക്ലേ എന്ന് പറയും. അതെന്ന് പറയുന്നത് പ്യുവർ ഫോം ഓഫ് വൈറ്റ് ക്ലേ യൂസ്ഡ് ഇൻ സെറാമിക് ഇൻഡസ്ട്രി. കാവലിൻ ക്ലേ, ചൈന ക്ലേ എന്ന് പറയുന്നത് പ്യുവർ ഫോം ഓഫ് വൈറ്റ് ക്ലേ യൂസ്ഡ് ഇൻ സെറാമിക് ഇൻഡസ്ട്രി. അടുത്തത് മൊറം എന്ന് പറയുന്നത് ഗ്രേയിന്റെയും ഗ്രാവലിന്റെയും റെഡ് ക്ലേന്റെയും ഒരു മിക്സ്ചറാണ്. മൊറം ഇസ് മിക്സ്ചർ ഓഫ് ഗ്രാവൽ ആൻഡ് റെഡ് ക്ലേ, അതും ഓർത്തിരിക്കാം. അടുത്തെന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽ നമ്മൾ നോക്കി, റെസിഡുവൽ സോയിൽസിന്റെ എക്സാമ്പിൾ ആയിരുന്നു ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടാകുന്നത്, കെമിക്കൽ വെതറിംഗ് ഓഫ് ബസാൾട്ടിന്റെ കെമിക്കൽ വെതറിംഗ് കൊണ്ടാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉണ്ടാകുക. ഇതിന്റെ അകത്തും മൗണ്ട് മൊറിലോണൈറ്റ് എന്ന ക്ലേ മിനറലിന്റെ ഹൈ കണ്ടന്റ് ഉണ്ടാവും. ഇതിൽ ഹൈ സ്വെല്ലിങ്ങും ഷ്രിങ്കേജും ഉണ്ട്. ഇതിന് ലോ ബെയറിംഗ് കപ്പാസിറ്റി ആയിരിക്കും. ഈ ഒരു ടൈപ്പ് സോയിലിന് ബെയറിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. വെരി ലോ ബെയറിംഗ് കപ്പാസിറ്റി ആണ് ബ്ലാക്ക് കോട്ടൺ സോയിലിനുള്ളത്. അടുത്തത് ഇൻഡുറേറ്റഡ് ക്ലേ എന്ന് പറയുന്നത് ഹാർഡനിങ് ഓഫ് ക്ലേസ് ഡ്യൂ ടു ഹൈ ഹീറ്റ് ആൻഡ് പ്രഷർ. ഈ ടൈപ്പ് ക്ലേ പെട്ടെന്ന് ഹാർഡൻ ആവും. ഹാർഡൻ എങ്ങനെ ഉണ്ടാവുക, ഹീറ്റിന്റെയും പ്രഷറിന്റെയും എഫക്ട് കൊണ്ട് പെട്ടെന്ന് ഹാർഡൻ ആവും. ഓക്കെ, അതാണ് ഇൻഡുറേറ്റഡ് ക്ലേ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓർഗാനിക് ക്ലേസ് ആണ്. ഓർഗാനിക് ക്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലേ ഗെറ്റ് മിക്സ്ഡ് വിത്ത് ഡീകമ്പോസ്ഡ് വെജിറ്റേഷൻ, ഡെഡ് ആൻഡ് ഡിക്കേഡ് ഓർഗാനിസം മാറ്റേഴ്സ്.
ഡെഡ് ഡീക്കേഡ് ആയിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ്ഡ് വെജിറ്റേഷൻ ഒക്കെ ആയിട്ട് ക്ലേ മിക്സ് ചെയ്തുണ്ടാകുന്ന ടൈപ്പ് ക്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗാനിക് ക്ലേസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഒരു 3 എക്സാമ്പിൾ നമ്മൾ നോക്കാനുണ്ട്. ആദ്യത്തത് മക്കാണ്. മക്കെന്ന് അകത്ത് ഓർഗാനിക്കും ഇനോർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. മക്കിന്റെ അകത്ത് ഓർഗാനിക്കും ഇനോർഗാനിക് മാറ്റേഴ്സും ഉണ്ടാവും. അടുത്തത് പീറ്റാണ്. പീറ്റിന്റെ അകത്ത് ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പീറ്റിന്റെ അകത്ത് ഫുള്ളി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ് മാത്രമേ പീറ്റിൽ ഉണ്ടാവുള്ളൂ. അടുത്തത് ഹ്യൂമസ് ആണ്. ഹ്യൂമസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പ് സോയിൽ കണ്ടെയ്ൻ പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ്. ടോപ്പ് സോയിൽ കണ്ടെയ്ൻ പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ ആണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാർഡ് ക്ലേ ആണ്. വാർഡ് ക്ലേന്റെ അകത്ത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ക്ലേ ആൻഡ് സിൽറ്റ് ആയിരിക്കും. അതിനകത്ത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് എന്താണ്, ക്ലേ ആൻഡ് സിൽറ്റ് ആണ് വാർഡ് ക്ലേസിലുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ വാട്ടർ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സോയിൽ, ഒരു ബൗൾ ഓഫ് സോയിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ നമുക്ക് കുറെ വോയിഡ്സ് ഉണ്ടാവില്ലേ സോയിൽസിനകത്ത്? കുറെ വോയിഡ്സ് ഉണ്ടാവും. ഇപ്പൊ സോളിഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും, വോയിഡ്സ് ഉണ്ടാവും. ഒരു ബൗൾ അല്ലെങ്കിൽ ഹാൻഡ്ഫുൾ ഓഫ് സോയിൽ മാസിനകത്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ഒരു സോയിലിന്റെ അകത്തുള്ള ഈ സോളിഡ് പാർട്ടിക്കിൾസിനെ വോയിഡ്സിനെ നമ്മളൊരു ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. 3 ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിലിൽ എന്തൊക്കെയുണ്ട്? സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ വോയിഡ്സ് ഉണ്ട്. ആ വോയിഡ്സിന്റെ അകത്ത് കുറച്ച് വോയിഡ്സ് അകത്ത് വാട്ടർ അടങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ളത് എയർ ആണ്. അപ്പോൾ എന്തൊക്കെ ഫേസസ് വന്നു? സോളിഡ്സ് വന്നു, വാട്ടർ വന്നു, എയർ വന്നു. അതുകൊണ്ടാണ് ഇതിനെ 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഒരു സോയിൽ മാസിന്റെ അകത്ത് എന്തൊക്കെയാണ്? സോളിഡ്സ് ഉണ്ട്, വാട്ടറും ഉണ്ട്, എയറും ഉണ്ട്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് വോയിഡ്സ് ഫുള്ളും എന്തല്ല, വാട്ടർ അല്ല, വാട്ടറും ഉണ്ട്, എയറും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തിനാ പറയാം? ഇതിനെ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയാമല്ലോ, ഈ ഒരു ടൈപ്പ് സോയിലിനെ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് 2 ഫേസ് ഡയഗ്രാം. 2 ഫേസ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഫേസസ് ഉണ്ടാവുള്ളൂ. അപ്പോ ഈ ഫിഗറിൽ കാണുന്ന ഒരു 2 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്, അപ്പോ ഈ ഫിഗർ കാണുമ്പോൾ ഫിഗറിന്റെ അകത്ത് വോയിഡ്സ് ഫുള്ളും എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്? വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സോയിൽ എന്ത് പറയാം? ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞൂടെ? ആകെ 2 ഫേസേ ഉള്ളൂ, സോളിഡ്സും വാട്ടറും മാത്രമേ ഉള്ളൂ. വോയിഡ്സ് ഫുള്ള് വാട്ടർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്, വോയിഡ്സ് ഫുള്ളും എയർ നിറഞ്ഞിരിക്കുകയാണ്, വാട്ടർ ഇല്ല. അപ്പൊ എന്താണ്? ഇത് ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ സോയിൽ എന്ന് പറയാം. ആ ഒരു ടൈപ്പ് സോയിൽ നമുക്ക് ഡ്രൈ സോയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ 2 ഫേസ് ഡയഗ്രാമത്തിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ഡ്രൈ സോയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ആ ഒരു ഫേസ് ഡയഗ്രാമിനെ ഒന്ന് അനലൈസ് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള സോളിഡ്സിന്റെ വെയിറ്റ് നമ്മൾ WS ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ വാട്ടറിന്റെ വെയിറ്റിനെ W സഫിക്സ് W ആണ് നമ്മൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് റെപ്രസെന്റ് ചെയ്യുക. വെയിറ്റ് ഓഫ് എയറിന് വെയിറ്റ് നമ്മൾ പറയാറില്ല, വെയിറ്റിന് എയർ ഇല്ല. അപ്പോൾ വെയിറ്റ് ഓഫ് എയർ നമ്മൾ 0 എടുക്കുക. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, ആ സോയിൽ മാസിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. ഓക്കെ, ആ സോളിഡിന്റെ വോളിയം എന്ന് പറയുന്നത് VS ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. വോളിയം ഓഫ് സോളിഡ് ഈക്വൽ ടു VS. വാട്ടറിന്റെ വോളിയത്തിനെ VW എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, VW. എയറിന്റെ വോളിയത്തിനെ VA എന്ന് റെപ്രസെന്റ് ചെയ്യും, വോളിയം ഓഫ് എയർ VA. ഓക്കെ, അപ്പോ ഈ എയറും വാട്ടറും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? വോയിഡ്സിലല്ലേ. ഇപ്പൊ ടോട്ടൽ വോയിഡ്സിന്റെ വോളിയം എന്ന് പറയുന്നതായിരിക്കും വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആയിരിക്കില്ലേ. അപ്പോ VV എന്ന് പറയുന്നത്, വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് സം ഓഫ് VW പ്ലസ് VA. ഓക്കെ, ഇപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ വോളിയം ഓഫ് സോയിൽ മാസ് എന്ന് പറയുന്നതായിരിക്കും VS പ്ലസ് VV ആയിരിക്കില്ലേ. വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആയിരിക്കും ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് നോക്കാം. ആദ്യത്തെന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ വെച്ചിട്ടാണ്, സ്മോൾ ഇ വെച്ചിട്ടാണ് വോയിഡ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത്. വോയിഡ് റേഷ്യോ ഈസ് വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. വി ബൈ വി എസ്, വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. വോയിഡ് റേഷ്യോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, വോയിഡ് റേഷ്യോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. The void ratio of fine-grained soil is generally higher than coarse-grained soil. Fine-grained soilന് void ratio എന്തായിരിക്കും? ഹൈ ആയിരിക്കും ദാൻ coarse-grained soil. അത് ഓർത്തിരിക്കുക. ഇനി ഇപ്പോ നമ്മുടെ സോയിലിന്റെ പാർട്ടിക്കിൾസ് സ്പെറിക്കൽ ഗ്രൈൻഡ് പാർട്ടിക്കിൾസ് ആണെന്ന് കരുതുക. അതിനെ ക്യൂബിക്കലായിട്ട് അറേഞ്ച് ചെയ്തു, ക്യൂബ് കണക്ക് നമ്മൾ അറേഞ്ച് ചെയ്തുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.91 ആയിരിക്കും. മാക്സിമം വോയിഡ് റേഷ്യോ വെൻ സ്പെറിക്കൽ ഗ്രെയിൻസ് അറേഞ്ച് ക്യൂബിക്കലായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.91 ആയിരിക്കും. മിനിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.35 ആയിരിക്കും. മാക്സിമം വോയിഡ് റേഷ്യോ 0.91, മിനിമം വോയിഡ് റേഷ്യോ 0.35 ആയിരിക്കും. അത് ഓർത്തിരിക്കാം. ഇപ്പൊ മാക്സിമം വോയിഡ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി മിനിമം ആയിരിക്കും. നമ്മൾ ഓർത്തിരിക്കുക, മാക്സിമം വോയിഡ് റേഷ്യോ മിനിമം ഡെൻസിറ്റി. അടുത്തത് പോറോസിറ്റി. പോറോസിറ്റി നമ്മൾ എന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വി ബൈ വി ആണ്. വോളിയം ഓഫ് വോയിഡ് ബൈ ടോട്ടൽ വോളിയം ആണ് എന്ത് പോറോസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റു 100% റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 100, 0-ന്റെയും 100-ന്റെയും ഇടയ്ക്കായിരിക്കും നമ്മൾ പോറോസിറ്റി പറയുന്നത്. അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. അത് എസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക, വിച്ച് ഇസ് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ് ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ മൊത്തം വാട്ടർ കണ്ടന്റ് പറയുന്നത്, വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ് ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്, അപ്പോൾ വോയിഡ്സ് ഫുള്ളും വാട്ടറോട് നടന്നിട്ടുണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് വോയിഡ് വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ. ന്യൂമറേറ്ററും നോമിനേറ്ററും സെയിം ആയിരിക്കും. ദെൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ വിൽ ബി 100%. ഇനി ഡ്രൈ സോയിൽ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ കണ്ടന്റ് ഇല്ല, അപ്പോൾ വോളിയം ഓഫ് വാട്ടർ 0 ആയിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് 0 ആയിരിക്കും. ഇനി അടുത്ത് എയർ കണ്ടന്റ് ആണ്. എയർ കണ്ടന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എയർ സഫിക്സ് സി ആണ്. എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വോയിഡ്. വോളിയം ഓഫ് എയർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വോയിഡ് ആണ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, എയർ കണ്ടന്റ് ഉണ്ടാവില്ല, വോയിഡ്സ് ഫുള്ളും വാട്ടർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ എയർ കണ്ടന്റ് വിൽ ബി 0. ഡ്രൈ സോയിൽ ആണെന്നുണ്ടെങ്കിൽ വോയിഡ് ഫുള്ളും എന്തുകൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും, എയർ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം വി എ വിൽ ബി ഈക്വൽ ടു വി വി. ദെൻ എയർ കണ്ടന്റ് 1 ആയിരിക്കും. ഇനി അടുത്തത് പെർസെന്റേജ് എയർ വോയിഡ്. റെപ്രസെന്റ് ചെയ്യുന്നത് എൻ സഫിക്സ് എ ആണ്. പെർസെന്റേജ് എയർ വോയിഡ് എന്ന് പറയുന്നത് വി എ ഡിവൈഡ് ബൈ വി ആണ്. പെർസെന്റേജ് എയർ വോയിഡ് വി എ ഡിവൈഡ് ബൈ വി ഇൻറ്റു 100%. ഒരു സാച്ചുറേറ്റഡ് സോയിൽ ആണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് എയർ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ എൻ എ എന്തായിരിക്കും, 0 ആയിരിക്കും. ഡ്രൈ സോയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വി എ വിൽ ബി വി വി. സോ എൻ എ എന്തായിരിക്കും, പെർസെന്റേജ് എയർ വോയിഡ് വിൽ ബി ഈക്വൽ ടു പൊറോസിറ്റി. അടുത്തത് വാട്ടർ കണ്ടന്റ് ആണ്. അതിനെ സ്മോൾ ഡബ്ല്യു വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോയിൽഡ് ആണ് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെ മോയ്സ്ചർ കണ്ടന്റ് എന്നും പറയാറുണ്ട്. അടുത്തത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. അതിനെ ഗാമ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗാമ ബി ഈസ് ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ വോളിയം ആണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോൾട്ട് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്. അതുപോലെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് സോളിഡ് ആണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം
വോയിഡ് വോളിയം പ്ലസ് വോളിയം ഓഫ് സോളിഡ് എന്നാണ് പറയാം. അടുത്തത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അതിനെ ഗാമ ഡി വെച്ച റെപ്രസെന്റ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോ എന്താണ് വെയിറ്റ് ഓഫ് സോൾഡ് ബൈ ടോട്ടൽ വോളിയം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഓഫ് സോൾഡ് ബൈ ടോട്ടൽ വോളിയം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് അത് ഗാമ എസ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗാമ എസ് ഈസ് വെയിറ്റ് ഓഫ് സോൾഡ് ബൈ വോളിയം ഓഫ് സോൾഡ് ആണ് ഗാമ എസ്. യൂണിറ്റ് വെയിറ്റ് ഓഫ് സോൾഡ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോൾഡ് ബൈ വെയിറ്റ് ഓഫ് വോളിയം ആണ് ഗാമ എസ് എന്ന് പറയുന്നത്. അടുത്തത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഗാമ സാറ്റ് വിൽ ബി ഈക്വൽ ടു ഗാമ ബൾക്ക്. ഗാമ സാച്ചുറേറ്റഡ് വിൽ ബി ഗാമ ബൾക്കിനോട് ഈക്വൽ ആയിരിക്കും. അടുത്തത് സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് ആണ്. സബ്മേർജ് യൂണിറ്റ് വെയിറ്റിനെ ഗാമ ഡാഷ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സബ്മേർജ് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് എന്ന് പറയുന്നത് സബ്മേർജ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിനെ ജി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ജി ഈക്വൽ ടു ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ് എന്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. അത് നമുക്ക് പറയാം വെയിറ്റ് ഓഫ് ഗിവൺ വോളിയം ഓഫ് സോയിൽ സോളിഡ്സ് ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഇക്വലന്റ് വോളിയം ഓഫ് വാട്ടർ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഗിവൺ ടെമ്പറേച്ചർ IS കോഡ് പ്രകാരം ഗിവൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഇനോർഗാനിക് സോയിൽസിലാണെന്നുണ്ടെങ്കിൽ ജിന്റെ വാല്യൂ 2.6 2.85 ഇടയ്ക്കായിരിക്കും. ഫോർ ഇനോർഗാനിക് സോയിൽസ് വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.6 2.85 ഇടയ്ക്കായിരിക്കും. അതുപോലെ ഫോർ ഓർഗാനിക് സോയിൽസ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ 1.2 1.4 ഇടയ്ക്കായിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇൻഓർഗാനിക് ആൻഡ് ഓർഗാനിക് സോയിൽസ് ഓർത്ത് വെക്കുക. അടുത്തത് കുറച്ച് റിലേഷൻസ് ആണ്. ഇപ്പൊ പറഞ്ഞ ബേസിക് ഡെഫിനേഷൻസ് തമ്മിലുള്ള കുറച്ച് റിലേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ റിലേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആദ്യം പറയുന്നത് പൊറോസിറ്റിയും വോയിഡ് റേഷ്യോയും തമ്മിലുള്ള റിലേഷൻ ആണ്. N ഈസ് ഈക്വൽ ടു E ബൈ 1 പ്ലസ് E ആണ് ആ റിലേഷൻ. അടുത്തത് ES ഇസ് ഈക്വൽ ടു WG. എസ് നമുക്കറിയാം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. E എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, W എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്, G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പോൾ ES ഇസ് ഈക്വൽ ടു WG എന്ന റിലേഷൻ ഓർത്തിരിക്കാം. അടുത്തത് ഗാമ ബൾക്കിനുള്ള ഇക്വേഷൻ ആണ്. ഇത്രയും റിലേഷൻസ് ഓർത്തിരിക്കുക. ഇത് അത്യാവശ്യം നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ള റിലേഷൻസ് ആണ്. ഇതിൽ കൺഫ്യൂഷൻ വരിക എന്നുള്ളത് ഈ ഒരു റിലേഷൻ ആണ്. ഇതിനകത്ത് WS വെയിറ്റ് ഓഫ് സോൾഡ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് ആണ്. ഇത് W സ്മോൾ W ആണ്, 1 പ്ലസ് വാട്ടർ കണ്ടന്റ് ആണ്. അതാണ് കൺഫ്യൂഷൻ വരിക. ഇത് ഗാമ ഡാഷ് ഗാമ സബ്മേർജിനുള്ള ഇക്വേഷൻ ഗാമ ഡാഷ് G മൈനസ് 1 ബൈ 1 പ്ലസ് E ഇൻറ്റു ഗാമ W ആണ് ഗാമ ഡാഷിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ Emax മൈനസ് E ബൈ Emax മൈനസ് E മിനിമം. മാക്സിമം വോയിഡ് റേഷ്യോ മൈനസ് നാച്ചുറൽ വോയിഡ് റേഷ്യോ ബൈ മാക്സിമം വോയിഡ് റേഷ്യോ മൈനസ് മിനിമം വോയിഡ് റേഷ്യോ ആണ് നമ്മുടെ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ റിലേഷൻസ് എഴുതി വെച്ച് തന്നെ പഠിക്കുക, ഓർത്തിരിക്കുക. പ്രോബ്ലംസ് ചെയ്യാൻ ഈ റിലേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു.